അങ്ങനെ കൂലി കണ്ടു. പടം ഓവറോൾ വാസ് ജസ്റ്റ് ആവറേജ് ഫോർ മീ. വലിയ സംഭവങ്ങളുള്ളതായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് വാസ് ഓക്കെ. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴേക്കും എന്തൊക്കെയൊക്കെയോ സംഭവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. രജനിയുടെ കുറച്ച് സ്റ്റാർഡം സംഭവങ്ങളൊക്കെ കുറച്ചുണ്ട്. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാണ്ടായി പോയി മൊത്തത്തിൽ. മെയിൻ ഒരു സംഭവം പ്ലോട്ടിൽ തന്നെ കുറേ എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ഭയങ്കര ഡെൻസായിപ്പോയി. സോ കുറേ സിറ്റുവേഷൻസും കുറേ ക്യാരക്ടേഴ്സും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴേക്കും എല്ലാം കൂടെ ഇതിനകത്ത് ഫിറ്റ് ഇൻ ആവാനായിട്ട് കുറേ ബുദ്ധിമുട്ടിയ പോലെ തോന്നി. സോ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര സടപടയെന്നുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ ഓക്കെ ഇത് ഇന്നത് സംഭവിച്ചു അങ്ങനെ കാണിച്ച് പോണ പോലെ തോന്നി. സോ ഒന്നിനും അങ്ങോട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു ടൈമോ ഒന്നും കിട്ടാത്ത പോലെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പ്ലോട്ടിലെ കുറേ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് തീരെ കൺവിൻസിങ് അല്ലാണ്ടായി തോന്നും. സോങ് പ്ലേസ്മെൻറ്റും സംഭവങ്ങളൊക്കെ ഇതേപോലെ തന്നെ റാൻഡംലി ഒരു റീസൺ ഉണ്ടാക്കി അതിന് അവിടെ പ്ലേസ് ചെയ്തേക്കണ പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. സോ നമ്മൾ ലോക്കി സിനിമകളിൽ നമ്മളധികം അങ്ങനെ പ്രതീക്ഷിക്കാറില്ല. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ കൺവിൻസിങ് രീതിയിലാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ഈ പടത്തിൽ അതൊക്കെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലെ തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് മൊത്തത്തിൽ പടം നോക്കുമ്പോൾ നമ്മുടെ ഫാൻ തിയറീസും സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇതിനേക്കാളും വലിയ സംഭവം. പടം ആരുടെ റേഞ്ചിലോട്ട് എത്തിയില്ല ആക്ച്വലി. പടത്തിലെ നല്ലത് അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് എന്ന് പറയാനായിട്ട് മ്യൂസിക് വാസ് നൈസ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഓൾസോ ബിക്കോസ് സീൻസ് ഒന്നും അത്രയും എലിവേറ്റഡ് ആയിട്ട് വന്നില്ല. മ്യൂസിക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് സീൻസിൽ അത്രയൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് മ്യൂസിക് ഇച്ചിരി ഓവറായിട്ട് തോന്നിയായിരുന്നു. പക്ഷേ ഓവറോൾ ഇറ്റ് വാസ് നൈസ്. കുറേ BGM സീനുകളും മറ്റേ കുറച്ച് സോങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വിഷ്വൽ വാസ് ഓവറോൾ നൈസ്. ഞാൻ കുറച്ചും കൂടെ ഭയങ്കര എക്സ്പെക്ട് ചെയ്തായിരുന്നു ഗിരീഷ് ഗംഗാധരനൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഐ തിങ്ക് അതിനുള്ള സാധ്യതകളും അധികം ഉണ്ടായിരുന്നില്ല. ബട്ട് ഓവറോൾ വാസ് ഓക്കെ. എഡിറ്റിങ്ങിൽ എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പ്ലോട്ട് പോയിന്റ്സും കുറേ ക്യാരക്ടേഴ്സും ഉള്ളതുകൊണ്ട് കുറേയൊക്കെ കട്ട് ഡൗൺ ചെയ്ത പോലെ എനിക്ക് തോന്നി. സോ അതുകൊണ്ട് കുറേ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ സടപടയെന്ന് പറഞ്ഞ് സംഭവിച്ചു പോകുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. പിന്നെ ചില സിറ്റുവേഷൻസ് കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഇന്റർകട്ട്സ് ഒക്കെ ഉണ്ട് കുറേ. അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും ചില സമയത്ത്. അതുകൊണ്ട് മൊത്തത്തിൽ കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നാണ് തോന്നിയത്. പിന്നെ രജനി നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ഭയങ്കര അടിപൊളിയാണ് മച്ചാൻ. കുറേ നൈസ് സീനുകളും സംഭവിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലൂടെ വരുമ്പോഴും അവിടെ ഇവിടെയൊക്കെ 1-2 സീനുകളുണ്ടെന്നല്ലാതെ മൊത്തത്തിൽ നമുക്ക് ഭയങ്കര സംഭവം ഒന്നും പറയാൻ മാത്രമില്ല. പക്ഷേ ഉള്ളതിൽ ഒരു ഹൈലൈറ്റ് സംഭവം പറയാനായിട്ട് രജനിയുടെ പ്രസൻസും ആ കുറച്ച് സീനുകളും സംഭവമൊക്കെ തന്നെയാണ്. പിന്നെ പ്ലോട്ട് പറയുമ്പോഴും കുറച്ച് ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നൈസ് ഹൈലൈറ്റ് ആയിട്ട് പറയാം. പക്ഷേ അതൊന്നും മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ നോക്കുമ്പോൾ കുറേ ഇല്ലോജിക്കൽ സംഭവങ്ങളുള്ള പോലെ തോന്നി. പിന്നെ ചില ക്യാരക്ടേഴ്സ് നമ്മൾ ഇവരെന്ത് ഇങ്ങനെ കാണിക്കണേ, ഇവന്മാരെന്താ മണ്ടന്മാരാണോ അങ്ങനെയൊക്കെ തോന്നുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഓവറോൾ സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റും ഇറ്റ് സെൽഫ് കുഡ് ഹാവ് ബീൻ കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഫൈറ്റ്സിലോട്ട് വരുമ്പോൾ ഫൈറ്റ്സ് ഒക്കെ എനിക്ക് തോന്നിയത് കുറച്ച് എക്സ്ട്രാ ലോങ് ആയിപ്പോയി. മെയിൻലി നമ്മൾ രജനീകാന്തിനെ വെച്ചിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യിക്കുമ്പോൾ വി നോ ഹി കാൺ ഡൂ മച്ച് എനിവേ. സോ അതുകൊണ്ട് ഇത്രയും ലെങ്ത് ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ലോങ് ആണ്. നോൺ സ്റ്റോപ്പ് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു BGM ഇട്ടിട്ട്. പക്ഷേ പിന്നെ അറ്റ്ലീസ്റ്റ് അത് രജനി ഒറ്റയ്ക്കല്ല, വേറെ ക്യാരക്ടേഴ്സും കൂടെ ഒക്കെ വരുന്നുണ്ട്. കുറേ ഫൈറ്റ്സ് ഉണ്ട് രജനികാന്ത് ചെയ്യുന്നത്. സോ എല്ലാം ഇത്രയും ലോങ്ങും ഇത്ര അധികം ഫൈറ്റ്സ് കൊടുക്കണ്ടായിരുന്നു തോന്നി. മെയിൻലി എനിക്ക് തോന്നിയത് ജയിലറിലെ പോലെ മേ ബി പുള്ളി കുറച്ചൊക്കെ ചെയ്ത് ബാക്കിയുള്ളവരും കൂടെ ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായേനെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിലെ പ്ലോട്ട് അങ്ങനെയല്ല. ഫൈറ്റ്സ് ഓവറോൾ നോക്കുമ്പോഴും അൻപറിവാണെങ്കിലും നമുക്ക് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 നൈസ് ഷോട്ടുകൾ ഉണ്ട് ഫൈറ്റ്സിൻ്റെ ഇടയിൽ കൂടെ അവർ നൈസായിട്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ ഭയങ്കര ഇന്നോവേറ്റീവ് ഫൈറ്റ്സോ സംഭവങ്ങളോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫൈറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള സംഭവം എനിക്ക് പറയാനുള്ളത് VFX ആയിരുന്നു. ചില സംഭവങ്ങളിൽ മറ്റേ ഹെഡ് സ്വാപ്പിംഗ് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ VFX സീനുകളും സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്ന പോലെ ഉണ്ടായിരുന്നു. സോ അത് VFX അത്ര പോരാ. പിന്നെ അതേപോലെ തന്നെ വേറെ 1-2 സീനുകളൊക്കെ ഉണ്ട് കംപ്ലീറ്റ്ലി ഗ്രാഫിക്സ് ആയിട്ട്. സോ അതൊക്കെ അത്ര കൺവിൻസിംഗ് ആയിട്ട് വന്നിട്ടില്ല. പിന്നെ ആക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണല്ലോ. എല്ലാവർക്കും പ്രത്യേകിച്ച് ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്യാനില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നൈസായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആരും ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. പിന്നെ സൗബിൻ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ് ബേസിക്കലി. സോ പുള്ളിയുടെ കുറേ സംഭവങ്ങളൊക്കെ നൈസാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ കാണാത്ത പോലെയെന്നൊന്നും പറയാനും ഇല്ല. പുള്ളി ജംഗൻ ആക്ടറാണെന്ന് നമുക്കറിയാം. സോ നമ്മൾ ഇതിനേക്കാളും നല്ല സംഭവങ്ങൾ നമ്മുടെ ഇവിടെ കുറേ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലെ കുറേ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനത്തെ ഒരു പടത്തിൽ വന്നിട്ട് പെർഫോം ചെയ്തത് നൈസായിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ ശ്രുതി ഹാസൻ, നാഗാർജുന, ഉപേന്ദ്ര, പിന്നെ അമീർ ഖാൻ എല്ലാവരും അവരവരുടെ സംഭവം വന്ന് ചെയ്തിട്ട് പോയി. ഒന്നും ഭയങ്കര വലിയ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. വിട്ടുപോയി സത്യരാജിൻ്റെ 1-2 സാധനങ്ങൾ നൈസായിരുന്നു ആക്ച്വലി. 1-2 ഡയലോഗ് അടിയും പരിപാടിയൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഇതേപോലെ അധികം സീൻസ് ഒന്നും ഇല്ല. പിന്നെ രജനി ഓഫ് കോഴ്സ് പുള്ളിയുടെ ആ ഒരു ഓറയും പുള്ളിയുടെ ആ ഒരു സ്റ്റൈൽ സംഭവങ്ങളൊക്കെ തന്നെയാണ് പടത്തിനെ പകുതിയും കൊണ്ടുപോകണത്.
ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയിലും ഞാൻ അത്ര കൺവിൻസ് അല്ലാത്തതുകൊണ്ട് നമുക്കൊരു ലെവൽ കഴിഞ്ഞിട്ട് നമുക്ക് അത് മാത്രം വെച്ചിട്ട് കണ്ടിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പടത്തിന് സർട്ടിഫിക്കറ്റ് എന്താണ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബേസിക്കലി നമ്മൾ നോർമലി കാണുന്ന തമിഴ് തെലുങ്ക് പടത്തിലെയൊക്കെ ഫൈറ്റ്സും അങ്ങനത്തെ കുറച്ച് സ്ലാഷസും കട്ട്സൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ഓവർ ഗോർ സംഭവങ്ങളൊന്നും എനിക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതർ ദാൻ ഒരു ചെറിയ കോൺസെപ്റ്റ് ഈ പടത്തിൽ പറയുന്നുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടാണോ സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് കണ്ടറിയണം. അല്ലാതെ എനിക്ക് ബാക്കി ആക്ഷനും സംഭവമൊന്നും കണ്ടിട്ട് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു സ്ക്രീൻ പ്ലേ എലമെന്റ് എനിക്ക് തോന്നിയത് ഈ വിക്രമിലെ പോലെ ഒരു ടെൻഷൻ ബിൽഡിംഗ് സീൻ ഉണ്ട്. വിക്രമിലെ പാലെടുക്കാൻ പോകുന്ന ടൈപ്പ് ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ടെൻഷൻ ബിൽഡിംഗ് പോലത്തെ ഒരു സിറ്റുവേഷൻ ഇതിനകത്തും വരുന്നുണ്ട്. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. ഓർ മേ ബി നമുക്ക് ആ ഒരു റെപ്പിറ്റേഷൻ തോന്നുമായിരിക്കും, ആ വിക്രമിലെ പോലെ തന്നെയാണല്ലോ ഇതെന്ന് തോന്നുന്നതുകൊണ്ട് നമുക്ക് അത്രയും ത്രില്ലിംഗ് ആയിട്ട് തോന്നാത്തായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടെ എക്സാക്ട് റീസൺ എന്താണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനത്തെ സീൻസൊക്കെ വന്നപ്പോൾ എനിക്ക് അത്ര ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല ഞാൻ. സോ ഓവറോൾ ഒരു ആവറേജ് മൂവി ഫോർ മീ. ഞാൻ ചിലപ്പോൾ കുറേ എക്സ്പെക്ടേഷൻസ് വെച്ചുകൊണ്ടായിരിക്കും കുറേ ഇൻട്രസ്റ്റിംഗ് സീൻസും കുറേ ഇൻ്റലിജൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഓവറോൾ എനിക്ക് കിട്ടിയതൊരു 3-4 ഹൈ മൊമെൻറ്റ്സ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് പോയിന്റ്സ്, അല്ലാതെ മൊത്തത്തിൽ കുറച്ച് ലോജിക് കുറവും കുറച്ച് ഹാഫ് ഡൺ ആൻഡ് കൺഫ്യൂസിങ് എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് മൊത്തത്തിൽ ഒരു സ്ക്രീൻ പ്ലേയും അത്രയും കൺവിൻസിങ് ആവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഫോർ മീ ദിസ് ഈസ് ദ വീക്കസ്റ്റ് ലോകേഷ് മൂവി. ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ ചുമ്മാ കണ്ടിരിക്കാം എന്നൊരു മൈൻഡിൽ പോയാൽ ചിലപ്പോൾ നൈസായിട്ട് തോന്നുമായിരിക്കും. ബട്ട് നത്തിങ് ഭയങ്കര സ്പെഷ്യൽ ഓർ എനിത്തിങ്. സോ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.